യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. യെരമ്യാ പ്രവാചകൻ എഴുതിയ 2 പുസ്തകങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. ഒന്ന് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം, രണ്ടാമത് വിലാപങ്ങളുടെ പുസ്തകം. യെരമ്യാവ് കരയുന്ന പ്രവാചകൻ എന്നാണ് അറിയപ്പെടുന്നത്. യെരമ്യാവ് കരയാനുള്ളതായ കാരണങ്ങൾ ഈ ലോകത്തിലെ ആരോഗ്യപരമായ എന്തെങ്കിലും വിഷയങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശങ്ങളോ ഒന്നുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവചനം വായിച്ചാൽ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നതെന്ന്. പ്രവചനം വായിച്ചാൽ മനസ്സിലാകും ഇസ്രായേൽ ജനം നിത്യനായ ദൈവത്തോട് മത്സരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. അങ്ങനെ ദൈവത്തോട് മത്സരിക്കുന്ന സമൂഹത്തിന് വരാൻ പോകുന്നതായ ആപത്ത്, ആത്മാവിന് വരാൻ പോകുന്ന അത്യാപത്ത്, അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കെടുതി, ആ യഹൂദ ജാതിക്ക് വരാൻ പോകുന്ന കെടുതിയെക്കുറിച്ച് പ്രവാചകൻ ഭാവിയെ നോക്കി കരയുന്നവനായിരുന്നു. വിലാപങ്ങളുടെ പുസ്തകം അദ്ദേഹം പിന്നെയും കരയുകയാണ്. അവിടെ കരയുന്നതിൻ്റെ കാരണം സംഭവിച്ചു കഴിഞ്ഞത് ഓർത്താണ്. കാരണം ദൈവത്തോട് മത്സരിച്ചതായ ഇസ്രായേൽ ജനം വേറൊരു രാജ്യത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോവുകയും അവർ പീഡ അനുഭവിക്കുന്നതായ ഒരു ജനതയായിട്ട് മാറി. അതവരുടെ പാപത്തിൻ്റെ ശിക്ഷയായിരുന്നു. അതോർത്ത് കരയുന്നതാണ് വിലാപങ്ങളുടെ പുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തി എന്തിനു വേണ്ടി കരയുന്നു എന്ന് നാം വാസ്തവത്തിൽ മനസ്സിലാക്കിയാൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് വളരെയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ എന്താണ്, വാസ്തവമായ നൊമ്പരങ്ങൾ എന്താണ്, ഇതെല്ലാം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചതുപോലെ യെരമ്യാവ് കരഞ്ഞതായ വിഷയം ലോകത്തിലെ ഒരു കാര്യവും ഓർത്തല്ല. സാമ്പത്തിക ക്ലേശമല്ല, ആരോഗ്യപരമായ കാര്യങ്ങളല്ല, അതൊന്നുമല്ല. കരച്ചിലിൻ്റെ ഏക കാരണം, യെരമ്യാ പ്രവാചകൻ കരഞ്ഞതിൻ്റെ ഏക കാരണം ദൈവത്തോട് മത്സരിക്കുന്ന ആ സമൂഹം, ദൈവത്തോട് മത്സരിക്കുന്ന ആ സമൂഹത്തിലെ കുടുംബങ്ങൾ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ ജീവിക്കുന്നതായ അവിടുത്തെ വ്യക്തികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, അവരുടെയെല്ലാം ആത്മാവിൻ്റെ അവസ്ഥയോർത്താണ് പ്രവാചകൻ കരഞ്ഞുകൊണ്ടിരുന്നത്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നാം ആത്മാവിൻ്റെ അവസ്ഥയോർത്ത് കരയുന്നവരാണോ? നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയോർത്ത് കരയുന്നവർ എത്ര പേരുണ്ട്? മനുഷ്യനോരോ ആത്മാവുണ്ട്. മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ആത്മാവുണ്ട്. ആത്മാവിന് മരണമില്ല, ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. ആത്മാവ് മരിക്കുന്നില്ല. ശരീരം മരിക്കുമ്പോൾ ആത്മാവ് നിത്യത എന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ആ അവസ്ഥ ഒന്നുകിൽ ദൈവത്തോടു കൂടിയായിരിക്കും, അല്ലെങ്കിൽ ദൈവമില്ലാത്തതായ അതിവേദനയുടെ അഗ്നിനരകത്തിലായിരിക്കാം. എന്നാൽ ഈ ആത്മാവിൻ്റെ അവസ്ഥയോർത്ത് മനുഷ്യൻ ജീവനുള്ള കാലത്ത് കരയുന്നവനാകണം, ജാഗ്രതയുള്ളവനാകണം. ഇതാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിലേക്ക് പോകുമ്പോൾ അന്നത്തെ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയണമെന്ന്. എന്ത് വിഷയമാണെന്ന് പ്രത്യേകം അവിടെ പറഞ്ഞില്ല. പക്ഷേ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും എന്ത് വിഷയമോർത്താണ് ഒരു മനുഷ്യൻ കരയേണ്ടത്. അവനെക്കുറിച്ച് തന്നെ, അല്ലെങ്കിൽ അവൻ്റെ മക്കളെക്കുറിച്ച് കരയേണ്ടതായ ഏത് വിഷയമോർത്താണ് കരയേണ്ടത്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ വിഷയം അവൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയാണ്. നിങ്ങളുടെ മക്കൾ ദൈവരാജ്യത്തിലില്ലാതായി പോകുന്നൊരവസ്ഥ, അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം, ഇതെല്ലാം ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച്
അമ്മയെ സംബന്ധിച്ച് എല്ലാം കരയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനേക്കാളെല്ലാം അതിവേദനയുള്ളതായ വിഷയം മക്കൾ ദൈവരാജ്യത്തിൽ ഇല്ലാതായി പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവാചകൻ പ്രത്യേകം ഓർപ്പിക്കുന്നുണ്ട്. 9-ാം അധ്യായം എടുക്കാം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 20-ഉം 21-ഉം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 20-21 വാക്യം. എന്നാൽ സ്ത്രീകളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. നിങ്ങളെ ചെവി അവന്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ. നിങ്ങളെ പുത്രിമാരെ വിലാപവും ഓരോരുത്തി താന്താന്റെ കൂട്ടുകാരത്തെ പ്രലാപവും അഭ്യസിപ്പിപ്പിൻ. വിശാല സ്ഥലത്ത് നിന്ന പൈതങ്ങളെയും വീതികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മരണം അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പുത്രിമാരെ വിലാപം പഠിപ്പിക്കണം, കരയാൻ പഠിപ്പിക്കണം. നിങ്ങളുടെ പെൺമക്കളെയും നിങ്ങളുടെ കൂട്ടുകാരത്തികളെയും നിങ്ങളെപ്പോലെ മറ്റു യുവതികളെയും എല്ലാം സ്ത്രീകളെയും കരയാൻ പഠിപ്പിക്കണം. കാരണം എന്താണ്? മരണം കിളിവാതിലിലൂടെ അരമനകളിലേക്ക് കയറിയിരിക്കുന്നു. അരമനയെന്ന് പറയുന്നത് സ്വന്തം വീടാണ്. അരമനയെന്ന് പറയുന്നത് പ്രത്യേക സ്ഥലമല്ല, രാജകൊട്ടാരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലമല്ല. മരണം, ആത്മാവിൻ്റെ മരണം ഭവനങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു. വീടുകളിൽ ആത്മാവ് മരിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ഭവനത്തിലുള്ളവരുടെ എല്ലാവരുടെയും ആത്മാവ് ജീവനിലല്ല. അനേക ക്രൈസ്തവ ഭവനങ്ങളുണ്ട്, അനേക ദൈവവേലക്കാരുണ്ട്, ദൈവമക്കളുണ്ട്, ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരുണ്ട്, അഭിഷേകമുള്ളവരുണ്ട്, പലതരത്തിലുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഭവനത്തിൽ ആത്മാവിൻ്റെ മരണം നടക്കുന്നു. ആ ഭവനത്തിലുള്ള എല്ലാവരും ആത്മാവിൽ ജീവനുള്ളവരല്ല. അതാണ് അരമനകളിൽ മരണം കടന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശരിയായൊരു കാര്യത്തിന് വേണ്ടി കരയാനായിട്ട് മക്കളെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് പെൺമക്കളെ പഠിപ്പിക്കണമെന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. കാരണം പെൺമക്കൾ മാത്രം കരഞ്ഞാൽ മതിയോ? എന്തിനുകൊണ്ടാണ് പെൺമക്കളെ കരയാൻ പഠിപ്പിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞതിൻ്റെ കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ സദൃശവാക്യം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കണം. സദൃശവാക്യം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാരണം ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ, ഒരു പെൺമകൾ, നിൻ്റെ മകളെന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് ഒരു ഭവനം പണിയേണ്ട വ്യക്തിയാണ്. ഒരു ഭവനം എന്ന് വെച്ചാൽ അവൾ വിവാഹിതയായി ചെല്ലുന്ന വീട് ദൈവത്തിന് പാർക്കാൻ കൊള്ളാവുന്ന, ദൈവാത്മാവുള്ള, ആത്മാവിൻ്റെ ജീവൻ ഉപകരിക്കുന്നതായ ഒരു ഭവനമായി തീർക്കുക എന്നുള്ളത് ആ ഭവനത്തിൽ എത്തിച്ചേരുന്നതായ, ആ ഭാര്യയായി എത്തിച്ചേരുന്നതായ ആ യുവതിയുടെ ഉത്തരവാദിത്തമാണ്. അവളത് പൊളിക്കുന്നവളാകരുത്. ജ്ഞാനമുണ്ടെങ്കിൽ, ദൈവിക വെളിച്ചമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ പ്രകാശമുണ്ടെങ്കിൽ, അകത്ത് ജീവനുണ്ടെങ്കിൽ, അവൾ ജീവനുള്ളവളാണെങ്കിൽ, എന്നുവെച്ചാൽ അവൾ ആത്മാവിൽ ജീവനുള്ളവളാണെങ്കിൽ, അവളൊരു ബോണഗൈൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഭാര്യയായിട്ടാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ അവൾ ചെല്ലുചേർന്ന വീട് അവൾ പണിയുന്നവളായിരിക്കും. പോഷത്വമുള്ളവളോ സ്വന്തം കൈകളാൽ അത് പൊളിച്ചു കളയുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പ്രവാചകൻ ഓർപ്പിക്കുന്നത്. ഒരു ഭവനത്തിൽ എത്തിച്ചേരുന്നതായ, ആ ഭവനത്തിലെ മകൻ്റെ ഭാര്യയായി എത്തിച്ചേരുന്നതായ യുവതി ഒരു വീണ്ടും ജനന അനുഭവമുള്ള യുവതിയാണെങ്കിൽ അവൾ ആ ഭവനത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ക്ഷമയോടെ അന്വേഷിക്കേണ്ടതായ ആദ്യത്തെ കാര്യം എന്താണ്? അവൾ എത്തിച്ചേർന്ന വീട്ടിൽ അവൾ അന്വേഷിക്കേണ്ടതായ ആദ്യത്തെ കാര്യം എന്താണ്? അവിടെ എത്ര മുറിയിൽ AC ഉണ്ടെന്നുള്ളതോ, എത്രയെത്ര സൗകര്യങ്ങളുണ്ടെന്നുള്ളതോ, ആ വീട് എത്രമാത്രം പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി സൗകര്യങ്ങൾ എന്തെല്ലാം ഉണ്ടെന്നുള്ളതാണോ? അതാണോ ആ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നതായ ഒരു വീണ്ടും ജനന അനുഭവമുള്ള ഒരു യുവതി അന്വേഷിക്കേണ്ടതായ ഒന്നാമത്തെ കാര്യം? ആ ഭവനത്തിലുള്ളത്, ആ ഭവനം ദൈവത്തോട് മത്സരിക്കുന്ന വീടാണോ അതോ ദൈവത്തിൻ്റെ വഴിയോട് ചേർന്ന് പോകുന്ന വീടാണോ എന്നാണ്. ദൈവത്തോട് മത്സരിക്കുന്ന ഭവനമാണോ? എന്നുവെച്ചാൽ ദൈവം അരുത് എന്ന് പറയുന്നതെല്ലാം അവിടെ നടക്കുന്നുണ്ടോ? അവിടുത്തെ വരുമാന മാർഗങ്ങൾ, അവിടുത്തെ ബന്ധങ്ങൾ, അവിടുത്തെ രീതികൾ എല്ലാം
ദൈവം അരുത് എന്ന് പറയുന്നതായ കാര്യങ്ങൾ, അതാണ് ദൈവത്തോട് മത്സരിക്കുന്നതായ ഒരു ഭവനമാണോ അതോ ദൈവത്തിൻ്റെ വഴിയോട് ചേർന്ന് പോകുന്ന വീടാണോ എന്നുള്ളത്, അതാണ് അവൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അതൊരു വെറുപ്പായിട്ടല്ല, ഒരു വിരോധമായിട്ടല്ല. അതുപോലെ തന്നെ തനിക്ക് ഭർത്താവായി കിട്ടിയ വ്യക്തി എത്രമാത്രം ശമ്പളമുണ്ട്, ആ വ്യക്തിക്ക് എത്രമാത്രം എന്തെല്ലാം കഴിവുകളുണ്ട്, പദവിയുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ വ്യക്തിയുടെ ഭാര്യയായിട്ട് ചെല്ലുന്ന ആ യുവതി ആദ്യം അന്വേഷിക്കേണ്ടത് ആ മനുഷ്യൻ ആത്മാവിൽ ജീവനുള്ളവനാണോ എന്നുള്ളതാണ്. ഒരു വീണ്ടും ജനനാനുഭവമുള്ള വ്യക്തിയാണോ, അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഇതൊന്നും വെറുപ്പിനോ വിരോധത്തിനോ അല്ലെങ്കിൽ ഒരു നിരാശയ്ക്കോ കാരണമായിട്ടല്ല, പ്രാർത്ഥനാ വിഷയമാക്കാനായിട്ടാണ്. അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ ആ വീടിനെതിരായിട്ട് ചിന്തിക്കുകയോ പറഞ്ഞു വരുത്തുകയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആ വീട്ടിലിരുന്ന്, ആ വീട്ടിൽ തന്നെ അവൾ ഇരുന്ന് അവിടെ മുട്ടുമടക്കി നീൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ആ ഭവനത്തെ ഒരു ദൈവഭവനമാക്കി മാറ്റിത്തരണം. ആ ഭവനത്തിലുള്ളവരുടെ ആത്മാവ്, മരിച്ചുപോയ ആത്മാവ് ജീവനുള്ള ആത്മാവായി മാറാൻ വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നവളാകണം. അതുകൊണ്ടാണ് നിങ്ങളുടെ പെൺമക്കളെ കരയാൻ അഭ്യസിപ്പിക്കണം. സ്വാഭാവികമായി മനുഷ്യന് കരയാനറിയാം, എല്ലാ മനുഷ്യരും കരയുന്നവരാണ്. കരയാൻ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ല മനുഷ്യനെ. പക്ഷേ ശരിയായ കാര്യത്തിന് വേണ്ടി കരയാൻ അഭ്യസിപ്പിക്കണം. ആ ശരിയായ കാര്യം എന്താണ്? ഇന്ന് കരച്ചിൽ എല്ലാ വീട്ടിലുമുണ്ട്, എല്ലാ മനുഷ്യരും കരയുന്നുണ്ട്. പക്ഷേ കരയേണ്ട കാര്യത്തിന് വേണ്ടി കരയുന്നില്ല. കരയേണ്ട കാര്യത്തിന് വേണ്ടി കരയാതെ അല്ലാതെയുള്ള പല കാര്യത്തിനും വേണ്ടി കരയുന്നതാണ് മനുഷ്യൻ്റെ പ്രകൃതം. കരയേണ്ടതായ ഏറ്റവും പരമപ്രധാനമായ കാര്യം മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടിയാണ്. ഒരു ഭവനത്തിൽ മറ്റുള്ളവരുടെ ആത്മാവിന് വേണ്ടി ഒരു വ്യക്തി കരയണമെങ്കിൽ ഒന്നാമത് സ്വന്തം ആത്മാവിൻ്റെ വില മനസ്സിലാക്കിയ വ്യക്തിയായിരിക്കണം. സ്വന്തം ആത്മാവിൻ്റെ വില മനസ്സിലാക്കിയിരിക്കണം. ഒരു ഭവനത്തിൽ അവിടുത്തെ ഒരു മരുമകളായിട്ട് ചെല്ലുന്ന ഒരു യുവതി അവൾ സ്വന്തം ആത്മാവിൻ്റെ വില മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അവൾ ആത്മാവിൽ ജീവൻ പ്രാപിച്ചൊരു വ്യക്തിയാണെങ്കിൽ, ആ ഭവനത്തിൽ അവൾ ചേരുന്ന ഭവനത്തിൽ ഉള്ളതായ അവിടുത്തെ മാതാപിതാക്കന്മാരെയും അവിടുത്തെ വൃദ്ധരായ ആളുകളെയും അവൾ ആത്മാവിൽ ജീവൻ പ്രാപിപ്പണ്ടക്കവണ്ണം അവരെ സ്നേഹിക്കുകയും അവരെ പരിചരിക്കുകയും അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് ജീവൻ്റെ വചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതാണ് നാം അഭ്യസിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ പെൺമക്കളെയും മറ്റു യുവതികളെയും അഭ്യസിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കി കൊടുക്കണം. ഇത് വളർത്തേണ്ട സമയത്ത്, വളർന്നു വരുന്ന പ്രായത്തിൽ മനസ്സിലാക്കി കൊടുത്താൽ ആളുകൾ പ്രയോജനമുള്ളവരായി തീരുകയുള്ളൂ. നമുക്കിതിനെക്കുറിച്ച് സദൃശവാക്യം 31 അധ്യായത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനുഷ്യൻ ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം യൗവനകാലത്ത് തന്നെ, അഥവാ അവന് ആർജവത്വം ഉള്ള കാലത്ത് ചെയ്യേണ്ടതായി ഒരു കാര്യം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. 31:8 ഊമന് വേണ്ടി നിന്റെ വായി തുറക്ക, ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിൽ തന്നെ. ഊമന് വേണ്ടി വായി തുറക്കുക. ആരാണ് ഊമൻ? ഊമൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്ത മനുഷ്യൻ. ഊമൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ അറിയാൻ മേലാത്ത വ്യക്തി എന്നല്ല. ഒരു ജീവനുള്ള ദൈവത്തോട് ബന്ധം കിട്ടിയിട്ടില്ല, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള പരിജ്ഞാനം ഉണ്ടായിട്ടില്ല. ഏത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ പരിജ്ഞാനമില്ലാത്ത വ്യക്തി, അവനാണ് ഊമൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് സാഹചര്യമില്ലാത്ത വ്യക്തി. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എസ്തേർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അവിടെ നാം എസ്തേർ എന്നുള്ള ആ യുവതി, അഹസ്വേരോശ് രാജാവിൻ്റെ പട്ടമഹർഷിയായി തീർന്നതായ ആ യുവതി പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെ ഒന്നിച്ചുകൂട്ടി, നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഊമരായ ഒരു കൂട്ടം ജനം, ഊമരെന്ന് പറഞ്ഞാൽ അവർ ബലഹീനരാണ്. ആ രാജ്യം അന്നത്തെ യഹൂദന്മാരായിരുന്ന ആ കുലത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. അവർക്ക് നേരിട്ട് രാജാവിനോട് പറയാനായിട്ടുള്ളതായ സാഹചര്യമില്ല, സൗകര്യങ്ങളില്ല, അധികാരങ്ങളില്ല.
ആ രാജാവിൻ്റെ അടുക്കൽ സ്വാധീനമുള്ളത് എസ്തേർ എന്ന് പറയുന്ന ആ രാജാവിൻ്റെ പട്ടമഹർഷിക്ക് മാത്രമാണ്. അവളും ആ ജാതിയിൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് അവർ അവളോട് അപേക്ഷിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി രാജാവിനോട് കാര്യങ്ങൾ പറയണമെന്നുള്ളത്. അവൾ പറയുന്നുണ്ട്, അത് എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നുള്ളതായ സമർപ്പണത്തോടുകൂടെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ അവൾ ഇടിവിൽ നിൽക്കാനായിട്ട് മനസ്സ് വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ഊമിന് വേണ്ടി തുറക്കാൻ വായുണ്ടാകണം. മറ്റ് ബലഹീന മനുഷ്യർക്ക് വേണ്ടി തുറക്കാൻ വായുണ്ടാകണം. നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരോ, എല്ലാവരും ദൈവത്തെ വിളിക്കുന്നവരോ, എല്ലാവരും ദൈവത്തോട് ബന്ധമുള്ളവരല്ല. അങ്ങനെയുള്ളവരെ കൈവിട്ട് കളയുകയല്ല, അവരവരുടെ ബോധം പോലെ ജീവിക്കട്ടെ എന്ന് വയ്ക്കുകയല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ദിവസനതയിൽ നിൽക്കുവാനും ആളുകളുണ്ടാകണം, ആ ഭവനത്തിലുള്ളവരുണ്ടാകണം. അത് അഭ്യസിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം, 31:11. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവളുടെ ആലോചന കേട്ടാൽ, ശരിയായ പരിജ്ഞാനമുള്ള ജ്ഞാനമുള്ള ഒരു ഭാര്യയുടെ ആലോചന കേൾക്കുന്നത് അവൻ്റെ ആത്മാവിന് നല്ലതായിരിക്കും. നിങ്ങളുടെ ഭർത്താവിൻ്റെ ആത്മാവിന് നല്ലതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ തക്കതായ ഒരാത്മീയ വിജ്ഞാനം നിങ്ങൾക്കുണ്ടോ? ഒരാത്മീയ വിജ്ഞാനം. ഒരു ഭർത്താവിന് ഒരു കലഹമുള്ള വീട്ടിൽ ആ കലഹത്തിന് കോപ്പുകൂട്ടാൻ സ്വന്തം ഭർത്താവിനെയും കൂടെ പ്രേരിപ്പിക്കുകയല്ല. ഭാവിയിൽ നല്ലതേതായിരിക്കും, ആ മനുഷ്യൻ്റെ ആത്മാവിന് നല്ലതേതായിരിക്കും, ആ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മക്കളുടെ ഭാവിക്ക് നല്ലതെന്തായിരിക്കും, അവരുടെ ഭർത്താവിൻ്റെ മരണശേഷം ആ മനുഷ്യൻ്റെ നിത്യജീവന് ഉതകുന്നതായ ആലോചന കൊടുക്കാൻ സാധിക്കണം. അതാണ് ഒരു ശരിയായ ജ്ഞാനമുള്ള ഭാര്യ ഒരു ഭർത്താവിനെ ഉപദേശിക്കുന്നത്. അവൻ്റെ ആത്മാവിന് ഗുണമുള്ള കാര്യം വേണം ഉപദേശിക്കാനായിട്ട്. വെറുതെ ഇടിച്ചു താഴ്ത്തുകയല്ല, കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. ജീവനുള്ള ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയുടെ ആലോചന കേൾക്കുക എന്ന് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ അതുണ്ട്. നിൻ്റെ ഭാര്യയുടെ ആലോചന കേൾക്കുക, അത് നിനക്ക് നല്ലതായിരിക്കും. കാരണം ആത്മാവിന് അതാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ളതായ പരിജ്ഞാനമുള്ള അവസരങ്ങൾ നിങ്ങളുടെ മക്കൾക്കുണ്ടാകണം, പ്രത്യേകിച്ച് പെൺമക്കൾക്കുണ്ടാകണം. അതിനുവേണ്ടി അവരെ അഭ്യസിപ്പിക്കണം. ആത്മാവിൻ്റെ വില എന്താണെന്ന് നിങ്ങളുടെ മക്കളെ പറഞ്ഞു കൊടുത്ത് വിടണം. കടന്നു ചെല്ലുന്ന വീട്ടിലെ ആത്മാക്കളെക്കുറിച്ച് ബോധമുള്ളവളാകാൻ കാണുന്ന ഭർത്താവ്, അവിടെ കാണുന്ന അപ്പൻ, അവിടെ കാണുന്ന അമ്മ, അല്ലെങ്കിൽ അവിടെ കാണുന്ന സഹോദരങ്ങൾ, അവർ മനുഷ്യരാണ്. പക്ഷേ ആ മനുഷ്യരുടെ എല്ലാ ഉള്ളിൽ ഓരോ ആത്മാവുണ്ട്. ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തേണ്ടതാണ്. അതിനുവേണ്ടി വില കൊടുത്ത് നിൽക്കാനായിട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു വിടണം. നമുക്ക് നോക്കാം, 21-ാമത്തെ വാക്യം നോക്കാം. 31-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കാം. തൻ്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല, അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളി ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. തൻ്റെ വീട്ടുകാരെ ചൊല്ലി ഹിമത്തെ പേടിക്കുന്നില്ല. ഹിമം എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടുകാർ ആത്മാവിൽ തണുത്തുപോയി, അവരുടെ ആത്മീയ വീര്യം തണുത്തുപോയി. അവൾ ഭയപ്പെടുന്നില്ല. ഭവനത്തിലുള്ളവർ ഭവനത്തിൻ്റെ ആത്മീയാവസ്ഥയെക്കുറിച്ച്, അത് ചൂടുള്ളതാണ്, അത് ചൂടുള്ളതാക്കാൻ അവൾ തന്നാലാവത് ചെയ്യും. അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവർ ചുവപ്പ് കമ്പളി ഉണ്ടാക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യം വായിക്കുമ്പോൾ അവിടെ രാഹാബ് എന്ന വേശ്യയോട് യോശുവ അയച്ചതായ ഒറ്റുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവളുടെ ഭവനത്തിൽ അവളുടെ മാതാപിതാക്കളെയും അവളുടെ സഹോദരങ്ങളെയും എല്ലാവരെയും രക്ഷിക്കണമെങ്കിൽ ഒരു നിബന്ധന വെച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് ആ നിബന്ധന? അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. ദൈവത്തിന് സ്തോത്രം. ഒരു ചുവപ്പ് ചരട് കെട്ടണം. പ്രിയപ്പെട്ടവരെ, ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? 2000 കൊല്ലം മുമ്പ് കാൽവരിയിൽ മരിച്ചതായ ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറവിടം, തിരുരക്തത്തിൻ്റെ മറവിടത്തിലായിരിക്കണം ആ കുടുംബം. അതിനുവേണ്ടി നിൽക്കാൻ തയ്യാറാണ്. രാഹാബ് അതിനുവേണ്ടി നിൽക്കാൻ തയ്യാറായി. ആ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അവളുടെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കാൻ അവൾ തയ്യാറായി. അവൾ ആ രക്തച്ചരടിൻ്റെ പിന്നിൽ ആ ഭവനത്തെ മറച്ചു പിടിച്ചു.
ഇപ്രകാരമുള്ളതായ ചുവപ്പ് കമ്പിളി എന്ന് പറഞ്ഞാൽ അതാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ കീഴിൽ നിങ്ങളുടെ കുടുംബമായി തീരാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ വില കൊടുത്ത് നിൽക്കണം. അതിനുള്ളതായ ത്യാഗത്തിന് നിങ്ങൾ തയ്യാറാകണം. ആത്മാവിൻ്റെ വിലയെന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ വിളിക്കുന്ന ഒരു ദൈവം, അന്നേരമുള്ളതായ ഒരു ഭക്തി, അതല്ല നമുക്ക് വേണ്ടത്. ജഡത്താൽ ജനിച്ചത് ജഡമാണ് പ്രിയപ്പെട്ടവരെ. ജഡത്താൽ ജനിച്ചത് നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ ജഡപ്രകാരം ജനിച്ച മക്കളേ ഉള്ളൂ. അനേക ഭവനങ്ങളിൽ നാം കാണുന്ന പ്രായമായവർ പോലും അവർ ആത്മാവിൽ ജനിച്ചവരല്ല, അവർ വീണ്ടും ജന അനുഭവമുള്ളവരല്ല. അവർ ജഡത്താൽ ജനിച്ച മനുഷ്യരാണ്. അവർക്ക് ജന്മനാ ഉള്ളതായ ജനനമേ ഉള്ളൂ. അവർക്ക് ആത്മാവിനാലുള്ള ജനനം കിട്ടിയിട്ടില്ല. അതാണ് നാം ലക്ഷ്യം വെക്കേണ്ടത്. അത് ലഭിച്ചാൽ മാത്രമേ ആത്മാവിന് ജീവൻ പ്രാപിക്കുകയുള്ളൂ. ബാല്യത്തിലെ നുകം ചുമക്കുന്നത് നല്ലത്. എന്താണ് ഈ ബാല്യത്തിലെ നുകമെന്ന് പറയുന്നത്? അത് ഏതെങ്കിലും ചുമടാണോ? ചില കുഞ്ഞുങ്ങൾ ചെറുപ്രായം മുതൽ തന്നെ ഭവനത്തിൻ്റെ ഭാരം ചുമക്കേണ്ടി വരാറുണ്ട്. സാമ്പത്തിക ക്ലേശം മൂലം, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് രോഗം മൂലമെല്ലാം മക്കൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ബാല്യത്തിലെ ചുമക്കേണ്ടി വരാറുണ്ട്. അതല്ല അവിടെ പറയുന്ന അർത്ഥം. അവിടെ പറയുന്നതായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ച് നോക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഭാഗ്യവാനായ അപ്പോസ്തലൻ അതെങ്ങനെയാണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. ഞാൻ പിടിക്കപ്പെട്ടു. അപ്പോസ്തലൻ പറയുകയാണ്, ഐ ആം എ ക്യാപ്റ്റീവ്. ഞാൻ പിടിക്കപ്പെട്ടവനാണ്. ഞാൻ സ്വതന്ത്രനല്ല. എൻ്റെ കഴുത്തിൽ ഒരു നുകമുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ നുകമുണ്ട്. ഒരു ഭാരമുള്ള നുകമല്ല. കന്നുകാലിയുടെ കഴുത്തിൽ വയ്ക്കുന്നതായ ഭാരമുള്ള നുകം പോലെയൊരു നുകമല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നുകമാണത്. ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ബാല്യത്തിലെ നുകം എന്ന് പറയുന്നത്. ബാല്യത്തിൽ തന്നെ ആത്മാവിനാൽ പിടിക്കപ്പെടുക, യേശുക്രിസ്തുവിൻ്റെ ഒരു യേശുവായി ബന്ധത്തിലേക്ക് വരിക. നമുക്കറിയാമല്ലോ, മോശ അവൻ വിവാഹം കഴിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് അവൻ മിസ്രൈം കൊട്ടാരം വിട്ടുപോയി. വിശ്വാസത്താൽ വിട്ടുപോയി. വിവാഹത്തിന് എത്രയോ മുമ്പ് തന്നെ തൻ്റെ ഭാവി എന്തായിരിക്കണമെന്ന് മോശ കൃത്യമായി തീരുമാനിച്ചു. എങ്ങനെയുള്ളൊരു ഭാവിയാണ് എനിക്ക് വേണ്ടത്? മിസ്രൈമിലെ ആ വഴുവഴുപ്പുള്ളതായ ഒരു ഭാവിയാണോ വേണ്ടത്? മിസ്രൈമിലെ നിക്ഷേപമാണോ വേണ്ടത്? അതോ എൻ്റെ ആത്മാവിൻ്റെ കാര്യമാണോ വലുത്? അത് കൃത്യമായി നിശ്ചയിച്ചു മോശ. അതുപോലെ തന്നെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, ബാല്യത്തിലെ നുകമെന്ന് പറഞ്ഞാൽ അതാണ്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പ്രതികരണത്തെ നിയന്ത്രിക്കാൻ ഞാൻ തയ്യാറാണ്. സൗമ്യനാകാൻ ഞാൻ തയ്യാറാണ്. കോപിച്ചലർന്നതിന് പകരം ഒരു സൗമ്യതയുടെ ആത്മാവിൽ ഭരിക്കപ്പെടാൻ ഞാൻ തയ്യാറാണ്. മോശ ബാല്യത്തിലെ ആ നുകം ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ മോശ അതിസൗമ്യനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ ബാല്യത്തിലെ നുകം ഏറ്റെടുക്കുക. അതാണ് ബാല്യത്തിലെ നുകം ചുമക്കുക. യൗവനകാലത്ത് തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക. ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ സ്കൂളിൽ വേറെ കുട്ടികളുണ്ട്. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ വേറെ യുവാക്കന്മാരുണ്ട്. പക്ഷേ ഞാൻ അവരെ പോലെയല്ല. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ വ്യതിരിക്തനാണ്. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. ആ ബോധത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുക, അതിനാണ് നുകം ചുമക്കുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ശ്രേഷ്ഠാനുഭവം, അതാണ് ക്രിസ്തു കാണിച്ചു തന്ന മാതൃക. ആ ക്രിസ്തുവിനെ നാം നോക്കുമ്പോൾ മാത്രമേ നമുക്കതിനുള്ളതായ വില കൊടുത്ത് നിൽക്കാൻ തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ നാമും ക്ഷിപ്രകോപികളും എടുത്തിയാട്ടക്കാരും ഓടി മാറുന്നവരും എല്ലാം എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നവരുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ തലകളെ വണക്കി നോക്കാം. ബാല്യത്തിലെ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. ആത്മാവിനെ കരുതി ഒരു ഭർത്തൃഗൃഹത്തിൽ ജീവിക്കുന്നത് ഒരു യുവതിക്ക് നല്ലത്. ആത്മാവിന് പ്രയോജനപ്പെടുത്ത രീതിയിൽ ഊമന് വേണ്ടി വാദിക്കാൻ തയ്യാറായിക്കൊണ്ട് തൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി, അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ
തയ്യാറായതായ ഒരു മകൾ ആ ഭവനത്തിലുണ്ടെങ്കിൽ അത് ആ ഭവനത്തിന് ഒരു നിക്ഷേപമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതം യേശുവിന് കൊടുക്കുക. അവൻ തന്നെ ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ചവനാണ്. അവനോട് വാക്ക് പറയുക, അവനോട് ഉടമ്പടി ചെയ്യുക. ജീവിതം ഒരിക്കലേ ഉള്ളൂ. അത് തന്നെത്താൻ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാതെ അത് ക്രിസ്തുവിന് കൊടുക്കുക. അത് നമ്മളോടുകൂടെ ജീവിക്കുന്നവർക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മളോടുകൂടെ ജീവിതം പങ്കുവയ്ക്കുന്നവർക്ക്, അവരുടെ ആത്മാവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ശോഭനമായൊരു ഭാവി നമുക്ക് നമ്മുടെ കുടുംബത്തിനും തരാൻ യേശു ക്രിസ്തു വിശ്വസ്തനാണ്. അവൻ്റെ തിരുരക്തം കൊണ്ട് നമ്മളെ അവൻ വീണ്ടെടുത്തവനാണ്. നല്ല ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ മക്കളായി തീരുവാൻ ആഗ്രഹത്തോടെ വചനം കേൾക്കുന്ന എല്ലാവരെയും നിൻ്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് നീ ഉയർത്തിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആത്മാവിൻ്റെ ദാഹവും ആത്മാവിൽ ആഗ്രഹവും കൊടുത്ത് അവരെ വളർത്തണമേ, ഉയർത്തണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.